ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഈ ചാനൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ബേസിക്കലി ഒരു ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. പേര് ഷെറീൻ. പക്ഷേ ഗാർഡനിങ് എൻ്റെ ഒരു ഹോബിയാണ്. ഹസ്ബൻഡിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ പ്രാന്താണ്. ഞാൻ നന്നായിട്ട് ഗാർഡനിങ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഈ പ്രാന്ത് തീവ്രമായി തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ ഹൗ ഓൾഡ് ആർ യു കഴിഞ്ഞിട്ടാണ്. ആദ്യം ഞാൻ വെജിറ്റബിൾസിൽ തുടങ്ങി. പക്ഷേ അത് വലിയൊരു ഫെയിലിയർ ആയിരുന്നു. നമ്മളെപ്പോഴും അതിൻ്റെ പുറകെ നടക്കണം, ടൈമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രൂട്ട്സിലേക്ക് മാറി. ഫ്രൂട്ട്സ് ആയപ്പോൾ എനിക്ക് ഫ്രൂട്ട്സിൽ നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്തു. അങ്ങനെ ഞാൻ കൂടുതൽ ചെടികൾ വാങ്ങിച്ച് വളർത്താനും തുടങ്ങി. പക്ഷേ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അത്രയും പ്രാന്തോ എൻ്റെ അത്രയും ഗാർഡനിങ് എൻജോയ് ചെയ്യണ വേറെ ആൾക്കാരില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊറോണ ടൈമിൽ എൻ്റെ ഫാമിലീനെ ഞാൻ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് അവരും എൻജോയ് ചെയ്ത് എൻ്റെ കൂടെ നിന്നു, എല്ലാം ചെയ്തു തന്നു. പക്ഷേ കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞതോടുകൂടി അവരുടെ ഇൻട്രസ്റ്റും തീർന്നു. അവരുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും സക്സസ് സ്റ്റോറീസോ എന്തെങ്കിലും ഫ്ലവർ ഉണ്ടായിന്നോ എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടായിന്നൊക്കെ ചെന്ന് ഷെയർ ചെയ്യുമ്പോൾ നല്ലത് കാണട്ടെ, അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കത് അവരത്രയും എൻ്റെ അത്രയും തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതത്രയും സന്തോഷമുണ്ട്, അതത്രയും സക്സസ് ആയിട്ട് അവർ കാണുന്നു എന്നൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ എനിക്ക് എന്തോ ആരുടെ അടുത്തൊക്കെയോ ഇത് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ മരിച്ചത്. കൊറോണയായിട്ടാണ് എൻ്റെ ഫാദർ മരിച്ചത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇന്ത്യ റിലീജിയൻ ആയത് കാരണമുണ്ട് കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു ഫാമിലീസ് തമ്മിൽ. പക്ഷേ ഫാദറിൻ്റെ മരണത്തോടുകൂടി കുറേയൊക്കെ അത് മാറിയത് കാരണമുണ്ട് ഐ കുഡ് അഗെയിൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് മൈ മദർ. ഉമ്മയാണ് എനിക്കിത് ഈ ചെടികളോടുള്ള സ്നേഹം, പൂക്കൾ ബാൽക്കണിയിൽ, ഞങ്ങളുടെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ പൂക്കളും റോസും ചെറുതായിട്ട് വെജിറ്റബിൾസൊക്കെ വളർത്തി ആ പ്രാന്തൻ്റെ മനസ്സിലെവിടെയോ കിടന്നിരുന്നു. അതാണ് പിന്നെ ഈ ഹൗ ഓൾഡ് ആർ യു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായി തീവ്രമായി പുറത്തേക്ക് വന്നത്. പക്ഷേ അങ്ങനെ ഫാമിലി യുണൈറ്റ് ചെയ്തപ്പോഴത്തേക്കും ഉമ്മയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ വൈബിലുള്ള ഒരാളെ കിട്ടി. ഞാൻ കൂടുതൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്ലാന്റ്സിൻ്റെയും വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. ഞാൻ ഉമ്മാക്ക് കുറേ ചെടികൾ വാങ്ങിച്ചു കൊടുക്കും. ചെടികൾ എൻ്റെ കയ്യിലുള്ളത് ഷെയർ ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കും. ഉമ്മയും അവിടെ നിന്ന് എനിക്ക് ഇതേപോലെ വളം, ചെടി ഇതെല്ലാം വാങ്ങിച്ചു തരും. പിന്നെ പച്ചക്കറികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റോടുകൂടി വളർത്താൻ തുടങ്ങി. ഓരോ വിത്ത് പാകുമ്പോഴും ഇന്ന പ്രശ്നങ്ങളുണ്ടായി, എനിക്ക് ഇന്ന രീതിയിൽ വളർന്നു, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയി, ഇങ്ങനെ വളർത്തിയിട്ട് ശരിയാവണില്ല, ഇപ്പം ഇതിനെന്ത് ചെയ്യണം, ഈ എലിശല്യത്തിന് എന്ത് ചെയ്യണം, പിന്നെ സ്നെയിൽസിന് എന്ത് ചെയ്യണം, ഇതൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് അങ്ങോട്ടും കുറച്ച് ഇൻഫർമേഷൻസ് ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നന്നായിട്ടൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂടുതലും കമ്മ്യൂണിക്കേഷൻ ഓവർ ദി ഫോണാണ്. എപ്പോഴും എനിക്ക് അങ്ങോട്ടോ ഉമ്മാക്ക് ഇങ്ങോട്ടോ വരാൻ കഴിയാത്ത കാരണമുണ്ട് ഞങ്ങൾക്ക് പരസ്പരം ഇത് കണ്ട് ഡിസ്കസ് ചെയ്യാനോ ഒന്നും പറ്റാറില്ല. എന്നാലും ഞാൻ മാക്സിമം ഉമ്മ അടുത്തേക്ക് പോയി കാര്യങ്ങൾ കാണാറും ഇതൊക്കെ. പക്ഷെ എന്നാലും ആ കമ്മ്യൂണിക്കേഷൻ വാസ് കൺഫൈൻഡ് ടു അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ടു ഞാനും എൻ്റെ ഉമ്മ എന്നുള്ളത് മാത്രമേ. എന്നിട്ടും എനിക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ള എൻ്റെ സക്സസ് കൂടുതൽ ആൾക്കാരേക്ക് എത്തിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. അപ്പം നിങ്ങളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എൻ്റെ സക്സസ് സ്റ്റോറീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, ടിപ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കാം, എനിക്കറിയുന്ന ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ശരിയല്ല, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കമൻറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാങ് വലുതാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് എക്സിബിറ്റ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ അപ്പുറത്ത് വന്നിട്ട് ഇതെന്താണ്, ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങും. അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യാം, ഇന്ന ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ അതൊക്കെ എനിക്ക് ടിപ്സ് എടുക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതിന് ആദ്യം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഷോർട്സ് ഇട്ടിട്ട് അതിൽ മ്യൂസിക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴും ഞാൻ ഇതിന് വ്യൂസ്
പ്രതീക്ഷിക്കണേലും കൂടുതൽ കമൻസാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ എനിക്കിതിൽ കൂടുതൽ വ്യൂസ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കാണുന്നവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആദ്യത്തെ കുറച്ച് വീഡിയോസിന് വ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരോ ഇങ്ങനെ വന്നു, അത് ആസ്വദിച്ചു, സൗന്ദര്യം ആസ്വദിച്ചു, പോയി. ചിലർ ലൈക്ക് ഇട്ടു, അത്രയേ ഉള്ളൂ. ആരും സംസാരിക്കാൻ വരുന്നില്ല എന്ന് എനിക്ക് തോന്നി. സോഷ്യൽ മീഡിയ ആണല്ലോ, എല്ലാവരും ആദ്യം ഒരു റിലക്റ്റൻ്റ് ആയിരിക്കുമല്ലോ സംസാരിക്കാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇവിടെ ഞാൻ എൻ്റെ വോയിസിൽ തന്നെ സംസാരിക്കാം. സോ ഇപ്പുറത്തൊരാളുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളൊരു തോന്നൽ വരുത്താം. സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ, ഇന്നതാണ് എന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് ഇടാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം കുറേ വ്യൂസ് കണ്ടിട്ട് ഈ വ്യൂസ് കുറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എല്ലാവരും പോയോ, അപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ശരിയായില്ലേ, ഇതൊക്കെയായിരുന്നു എൻ്റെ ആലോചനകൾ. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ വരുന്ന വ്യൂസിൽ പലരും ഇത് കണ്ട് മറ്റേതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ പോലെ പോകുന്നതാണെങ്കിൽ ഇത് വരുന്ന വ്യൂവേഴ്സ് ഇത് കണ്ട് ഒന്നില്ലെങ്കിൽ ലൈക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ട് എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലുള്ള വ്യൂവേഴ്സ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എനിക്ക് അത് മതി. ആരെങ്കിലുമൊക്കെ വരും, എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമുക്ക് വ്യൂസ് ഷെയർ ചെയ്യാം, എൻ്റെ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യാം, എൻ്റെ സക്സസ് സ്റ്റോറീസ് എക്സിബിറ്റ് ചെയ്യാം, എൻ്റെ പൊട്ടത്തരങ്ങൾ കാണിക്കാം, എൻ്റെ ഫെയിലിയേഴ്സ് കാണിക്കാം. പിന്നെ അങ്ങനത്തെ കുറേ ഇതൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചത്. സോ ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ. മെയിൻ ഉദ്ദേശം ഗാർഡനിങ് തന്നെയാണ്, ബേസ്ഡ് ഓൺ ഗാർഡനിങ്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി ടുഗെദർ അല്ലേ. ഓൾവേസ് വെൽക്കം, ഓൾ ആർ വെൽക്കം. ഇത് കുറച്ച് എൻ്റെ ഗാർഡൻ വ്യൂസ് ആയിരുന്നു. എൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള എഫേർട്ടാണിത്. ഒരു കോട്ടേജ് ഗാർഡൻ പോലെ സെറ്റപ്പ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നമ്മളൊക്കെ പണ്ടൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു ഓടിട്ട വീടും അതിന് ചുറ്റും വലിയ മരങ്ങളും ചെറിയ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ചുറ്റും നോക്കുമ്പോൾ ഗ്രീനറീസ് മാത്രം കാണുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. കുറേയൊക്കെ സക്സസ്ഫുള്ളായി, കുറേയൊക്കെ ഫെയിലിയറായി. കുറേ പ്ലാൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസിൽ ഇച്ചിരി വില കൊടുത്ത് വാങ്ങിച്ച പ്ലാൻസൊക്കെ പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വില കൊടുത്ത് കാശ് സ്പെൻഡ് ചെയ്യണത് ആക്ച്വലി പ്ലാന്റ്സിനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഒരു ഭ്രാന്ത് തുടങ്ങിയിരിക്കുന്നത് റോസ് പ്ലാന്റാണ്. റോസിൽ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ആലേ എന്ന് പറഞ്ഞിട്ട്, റോസ് ആലേ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കാണാം. അത് കണ്ട് ഭ്രാന്തായി ഇപ്പോൾ റോസിലേക്കാണ് കയറിയിരിക്കുന്നത്. ആദ്യം വെജിറ്റബിൾസ് ആയിരുന്നു, പിന്നെ ഫ്രൂട്ട്സായി, പിന്നെ ചെറിയ ചെറിയ പൂക്കൾ. അത് പൂക്കൾ തുടങ്ങിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് ഫ്ലവർ ചെയ്യുന്നുണ്ടെങ്കിലും പോളിനേഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല. ആ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൂക്കൾ വാങ്ങിച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷെ പൂക്കൾ കുറച്ചൊക്കെ സക്സസ്ഫുള്ളായി. സീഡ്സിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞ് സ്നെയിൽസ്, റാറ്റ്സ്. അങ്ങനെ ഞാൻ റാറ്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ടൊരു പോംവഴി കണ്ടുപിടിച്ചു. അതായത് നമ്മുടെ മുടി ഊരി പോവില്ലേ, ആ മുടി തന്നെ ചെടിച്ചട്ടിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ റാറ്റ്സ് മാന്താൻ കയറുന്നില്ല. സോ അതൊരു സക്സസ് ആയിട്ട് തോന്നി.